ഹലോ. ഞാനങ്ങനെ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല കേട്ടോ. പണ്ട് ഹിന്ദി ബിഗ് ബോസ് കാണുമായിരുന്നു, സൽമാൻ ഖാൻ ഹോസ്റ്റ് ചെയ്യുന്നത്. മലയാളം അങ്ങനെ സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകയല്ല. ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ വരുമല്ലോ, അതൊക്കെ കാണുവേ. അപ്പോൾ ഇന്നലെ ഞാനൊരു ക്ലിപ്പിംഗ് കാണാൻ ഇടയായി, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഫാത്തിമ നൂറ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അതിൻ്റെ കണ്ടസ്റ്റൻ്റ് ആണ്. കുട്ടിയുടെ ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിക്കുകയാണ് കേട്ടോ. അതിനെപ്പറ്റി അതിനകത്ത് ആ കുട്ടി 2 പ്രാവശ്യം അബ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 8ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്നല്ല, സൗദിയിൽ വെച്ചാണെന്നുള്ള പറയുന്ന ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലെ മോശം അവസ്ഥകളൊക്കെ സംസാരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ കമന്റ് സെക്ഷനെ കുറിച്ചാണ് കേട്ടോ. കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ ശരിക്കും സങ്കടമാണ് വന്നത്. കാര്യം ഒരു 99% ആളുകളും നീ കഥ പറയുകയാണ്, നീ കള്ളം പറയുകയാണ്, നീ ഈ ഷോ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറയുകയാണ്, അല്ലെങ്കിൽ സൗദിയിൽ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല, ഒരു അറബി അങ്ങനെ ചെയ്യുവോ തുടങ്ങിയ എന്താ പറയുക, കുട്ടിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമന്റ് സെക്ഷനാണ് അതിനകത്ത് കണ്ടത്. ഓക്കെ, നമുക്കറിയില്ല ഈ കുട്ടി ശരിയാണോ പറയുന്നത് തെറ്റാണോ ഒന്നും അറിയത്തില്ല. എങ്കിലും നമ്മൾ എന്തിനു ജഡ്ജ്മെന്റൽ ആവണം അല്ലേ? നമ്മളെ ബാധിച്ച ഒരു കാര്യമല്ല. ഒരു കുട്ടിയെ ബാധിച്ച ആ കുട്ടി പറയുമ്പോൾ എന്തിനു ജഡ്ജ്മെന്റൽ ആവണം? ഞാൻ ഇത് പറയാൻ കാര്യം, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അല്ല, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉന്നയിച്ച കാര്യം, പരാതിക്കാരി അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു പരാതിക്കാരി ഇല്ല, അല്ലെങ്കിൽ അബോർഷൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന്. ഇതാണ് അതിന് കാരണം. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന നാടാണ് നമ്മുടെ, സമ്മതിച്ചു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ ഒരാള് അടച്ചാക്ഷേപിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റണമെന്നില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ആവണം എന്നും ഇല്ല. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല അബ്യൂസ് ഉണ്ടാവുക, ആൺകുട്ടികൾക്കും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ എത്ര ആൺകുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നുണ്ടാകും എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി എന്ന്. പറയില്ല. കാര്യം എന്താണെന്നറിയോ? പേടി. അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആളുകളുടെ വീട്ടിലാണെങ്കിൽ അവർ ആദ്യം ചോദിക്കുക, നീ എന്തിനീ കഥ പറയുന്നു എന്നായിരിക്കും അല്ലേ? അവരൊരിക്കലും അത് വിശ്വസിക്കില്ല എന്നുള്ളൊരു പേടി കാര്യമായിരിക്കും ഈ കുട്ടികൾ ഇത് വീട്ടിൽ വന്ന് പറയാത്തത്. അതുപോലെ തന്നെ വേറൊരു കമന്റ് കണ്ടതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്, ഈ കുട്ടി എന്താ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പറയുന്നത് എന്നൊരു കമന്റാണ്. ഇതേ സെയിം സിറ്റുവേഷൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി, ഒരു യുവനടി, ആ കുട്ടിയാണ് ആദ്യം ഇതിനെപ്പറ്റി പറയുന്നത്. ആ കുട്ടി സംസാരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്ത ഒരു എന്താ പറയാ, പുരോഗമനവാദി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രമുഖ വ്യക്തി എന്തിനിവിടെ ചിരിച്ചിതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതേ സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഒരു ബുദ്ധിമുട്ട് ഒരാൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ സമയം കണ്ടെത്തുക അല്ലെ? അതിനെ ജഡ്ജ് ചെയ്യാതെ അത് കേൾക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ വന്ന് ബുദ്ധിമുട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളോ, ഇതിലും വലുത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതെ അവർ പറയുന്നത് കേൾക്കുക. നീ ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ വിഷമിക്കാതെ എന്ന് പറയാതെ അവർ പറയുന്നത് കേൾക്കുക, അവർക്കൊരു സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരാളൊരു ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്? പ്ലീസ് കമന്റ്.